ഹായ് കുട്ടികളെ, വെൽക്കം ടു ദ ക്രയോൺസ്. നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ പേര് പാഠത്തിൻ്റെ? ഫ്ലൈയിങ് കൈറ്റ്സ്. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അറിയാലേ. കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പട്ടങ്ങൾ. ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പറക്കുന്ന പട്ടങ്ങൾ. പട്ടം നമ്മൾ പറത്താറുണ്ടോ? എങ്ങോട്ടാ പട്ടം പറത്തുന്നേ? ആകാശത്തോട്ടാ അല്ലേ? നമുക്ക് നോക്കാം എന്താണെന്ന്. കുറച്ച് കുട്ടികൾ അവിടെ എന്തോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അവരൊക്കെ പട്ടം പറത്തുകയാണല്ലേ. പല നിറത്തിലുള്ള പട്ടം പറത്തി കളിക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികളുണ്ടല്ലേ. മിനു ഉണ്ട്, റിയാസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അവരിങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലതും നമ്മൾ സംസാരിക്കും അല്ലേ. ആ കൂട്ടത്തിൽ മിനു പറഞ്ഞു, "What a beautiful red kite! It is flying so high. It's mine," Riyaz said proudly. "Minu, do you want to fly the kite?" Riyaz asked. Minu liked to fly the kite, but she said, "No, it's okay. I'll sit and watch." Kites of different colors flew up in the sky. Children shouted with joy. "One day I will also fly my kite," Minu said to herself. വായിക്കുന്നത് കേട്ടു അല്ലേ? എൻ്റെ കൂടെ നിങ്ങൾ വായിക്കണം കേട്ടോ. ഇനി അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്. റെഡ് എന്ന് പറഞ്ഞാലും അറിയാം. കൈറ്റ് ടീച്ചർ പറഞ്ഞു തന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ കൈറ്റ്! എന്ത് ഭംഗിയുള്ള പട്ടമാണ്, ചുമന്ന പട്ടമാണല്ലേ. ഇറ്റ്സ് ഫ്ലൈയിങ് സോ ഹൈ. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുക. സോ ഹൈ എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ ഇത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ആരാ പറഞ്ഞത്? മിനു ആണ് പറഞ്ഞത്. മിനു സെഡ്. മിനു എന്ന് പറയുന്നത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ കാണുന്നില്ലേ, അവളാണ് മിനു. ഇറ്റ്സ് മൈൻ. അത് എൻ്റെയാണ്. ആരാ പറഞ്ഞേ? റിയാസ്. റിയാസ് സെഡ് പ്രൗഡ്ലി. വളരെ അഭിമാനത്തോടെ. പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം. അഭിമാനത്തോടെ പറഞ്ഞു അത് എൻ്റെതാണ് അല്ലേ. അത്രയും ഹൈറ്റിൽ പറക്കുന്നത് എൻ്റെതാണ്. മിനു, ഡു യു വാണ്ട് ടു ഫ്ലൈ ദ കൈറ്റ്? മിനു, ഡു യു വാണ്ട്? നിനക്ക് വേണോ എന്ത്? ടു ഫ്ലൈ ദ കൈറ്റ്. കൈറ്റ് വേണോ പറത്താൻ? റിയാസ് ആസ്ക്ഡ്. റിയാസ് മിനുവിനോട് ചോദിച്ചു. ഡു യു വാണ്ട് അല്ലേ, നിനക്ക് വേണോ എന്നാണ് ചോദിക്കുക. നമ്മളിപ്പോൾ ഡു യു വാണ്ട് ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. ഡു യു വാണ്ട് മിൽക്ക്? പാല് വേണോ അല്ലേ. ഡു യു വാണ്ട് ടീ? ചായ വേണോ. ഡു യു വാണ്ട് ആപ്പിൾ? ആപ്പിൾ വേണോ അല്ലേ. അപ്പോൾ ഡു യു വാണ്ട്, നിനക്ക് വേണോ പറത്താൻ, കൈറ്റ് പറത്താൻ നിനക്ക് വേണോ എന്ന് ചോദിച്ചു. മിനു ലൈക്ക് ടു ഫ്ലൈ ദ കൈറ്റ്. മിനുവിന് പട്ടം പറത്താൻ ഇഷ്ടമാണ്. ബട്ട് ഷീ സെഡ്. പക്ഷേ അവൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? നോ, വേണ്ട. ഇറ്റ്സ് ഓക്കെ. അത് കുഴപ്പമില്ല, ഓക്കെയാണ്. ഐ വിൽ സിറ്റ്. ഞാനിവിടെ ഇരിക്കാം. ആൻഡ് വാച്ച്. ഞാൻ നിങ്ങൾ പറത്തുന്നത് നോക്കി ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. കൈറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫ്ലൂ അപ്പ് ഇൻ ദ സ്കൈ. കുറേ ഡിഫറെൻറ്റ് കളർ, പല നിറത്തിലുള്ള പട്ടങ്ങൾ ആകാശത്തിൽ ഇങ്ങനെ ഫ്ലൂ അപ്പ് പറന്ന് നടന്നു. ചിൽഡ്രൻ ഷൗട്ടഡ് വിത്ത് ജോയ്. നിങ്ങൾ കളിക്കുമ്പോഴും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാറില്ലേ അല്ലേ? അതേപോലെ ചിൽഡ്രൻ, കുട്ടികൾ, ഷൗട്ടഡ് വിത്ത് ജോയ്, സന്തോഷത്തോടെ വിളിച്ച് കൂവി കളിച്ചുകൊണ്ട് അവിടെ. അപ്പം മിനു അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. മിനു മനസ്സിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ? വൺ ഡേ ഐ വിൽ ഓൾസോ ഫ്ലൈ മൈ കൈറ്റ്. ഒരു ദിവസം ഞാനും എൻ്റെ പട്ടം പറത്തും. അത് അവളുടെ ആഗ്രഹമാണല്ലേ. മിനു സെഡ് ടു ഹെർ സെൽഫ്. അവൾ സ്വന്തം അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ മിനുവിന് മാത്രം പട്ടം ഇല്ല എന്ന് മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണെന്ന്. വായിക്കുന്നത് ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഓടുകയാണല്ലേ. എന്തിനാണ് അവർ ഓടുന്നത് നോക്കാം നമുക്ക്. നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നില്ലേ, എന്താണത്? അതല്ലേ, മഴ വന്നു, എല്ലാവരും നനയുന്നിടത്തുനിന്ന് ഓടിപ്പോവുകയാണ്. ദ കൈറ്റ്സ് ഫ്ലൂ ഇൻ ദ ജെൻറ്റിൽ വിൻഡ്. Slowly the wind became stronger. Maya, Dinu, look, it's going to rain. I will spoil our kites. It will spoil our kites. Let's go home.
Riaz shouted. Children stopped playing. They ran become with their kites. Minu got up and walked home. Kiki, he heard a cry. She turned back. എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. The kites flew in the gentle wind. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. ആ പട്ടങ്ങൾ കാറ്റിലിങ്ങനെ പറക്കുകയായിരുന്നു. സ്ലോയിലി പതിയെ ഇങ്ങനെ തുറക്കുകയായിരുന്നു. സ്ലോയിലി പതിയെ പതിയെ ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ. ആ കാറ്റെന്തായി? ശക്തമായി. മായ, ദിനു, ലുക്ക്, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. മായ, ദിനു അവരെ കൂടെ കളിക്കുന്ന കുട്ടികളാണ്. അവരെ മായ, ദിനു, ദേ നോക്ക്, ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ അല്ലേ? ഇത് മഴ വരാൻ പോവാണ്. ഇറ്റ് വിൽ സ്പോയിൽ അവർ കൈറ്റ്സ്. ഈ മഴ നമ്മുടെ പട്ടത്തെ നഷ്ടപ്പെടുത്തി കളയും. ലെറ്റ്സ് ഗോ ഹോം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമുക്ക് പോകാം. ഹോം, വീട്ടിലേക്ക്. റിയാസ് ഷൗട്ടഡ്. റിയാസ് നല്ല ശബ്ദത്തിൽ, അതായത് വിളിച്ചു പറഞ്ഞു. ചിൽഡ്രൻ സ്റ്റോപ്ഡ് പ്ലേയിങ്. കുട്ടികൾ കളി നിർത്തി. ദേ റാൻ ഹോം. അവർ വീട്ടിലേക്ക് ഓടിപ്പോയി. എങ്ങനെ? വിത്ത് ദെയർ കൈറ്റ്സ്. അവരുടെ പട്ടവും കൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. മിനു ഗോട്ട് അപ്പ്. മിനു എഴുന്നേറ്റു. ആൻഡ് വാക്ക്ഡ് ഹോം. അവൾ അവളെ വീട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. എന്താ ശബ്ദം? കീ കീ. ഷീ ഹേർഡ് എ ക്രൈ. അവളൊരു കരച്ചിൽ കേട്ടു. ഷീ ടേൺഡ് ബാക്ക്. അവൾ എന്ത് ചെയ്തു? ടേൺ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ? ഷീ ടേൺഡ് ബാക്ക്. അവൾ ബാക്കോട്ട് തിരിഞ്ഞു. എന്താണ് നമുക്ക് നോക്കിയാലോ? ഇതാണ് കാണുന്നത് ഒരു ചിത്രത്തിൽ. അവൾ അടുത്തൊരു പക്ഷിക്കുട്ടീനെ കാണുന്നില്ലേ? എ ലിറ്റിൽ ബേർഡ്. ഇറ്റ് ഈസ് ഷിവറിങ്. Oh, its wings are wet. The little bird tried to flap its wings. How cute and soft. It can't fly, Minu thought. Carefully, she took the bird in her hands. Minu held it close to her heart. The little bird opened its little red beak. What happened, dear? Where is your mother? Are you alone? Kiki, cried the little bird. Don't be afraid, my dear, Minu whispered. A little bird അല്ലേ? ഒരു ചെറിയ പക്ഷി. ഇറ്റ് ഈസ് ഷിവറിങ്. അതെന്ത് ചെയ്യുന്നുണ്ട്? വിറക്കുന്നുണ്ട്. ഹോ, ഇറ്റ്സ് വിങ്സ് ആർ വെറ്റ്. അതിൻ്റെ വിങ്സ് ആണെങ്കിലോ വെറ്റാണ്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറക്. വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. അതിൻ്റെ രണ്ട് ചിറകും നനഞ്ഞിങ്ങനെ വിറക്കാണ്. The little bird tried to flap its wings. ആ കുട്ടി പക്ഷി അതിൻ്റെ വിങ്സ് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പറന്നുയരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹൗ ക്യൂട്ട്. എന്ത് ഭംഗിയാണ്. ആൻഡ് സോഫ്റ്റ്. എന്തൊരു സോഫ്റ്റാണ്. ഇറ്റ് കാൻ ഫ്ലൈ. ഇതിന് പറക്കാൻ പറ്റുന്നില്ല. മിനു തോട്ട്. മിനു ചിന്തിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. കെയർഫുള്ളി, വളരെ ശ്രദ്ധിച്ച്, ഷീ ടുക്ക് ദ ബേർഡ് ഇൻ ഹെർ ഹാൻഡ്സ്. അവൾ അവളുടെ രണ്ട് കൈയിലും ആ ബേർഡിനെ ഇങ്ങനെ എടുത്തു. മിനു ഹെൽഡ് ഇറ്റ് ക്ലോസ് ടു ഹെർ ഹേർട്ട്. അത് അവൾ അവളുടെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ചു. ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം, ക്ലോസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് വെച്ചു. ദ ലിറ്റിൽ ബേർഡ് ഓപ്പൺ ഇറ്റ്സ് ലിറ്റിൽ റെഡ് ബീക്ക്. ആ ചെറിയ പക്ഷി അതിൻ്റെ ചുമന്ന കൊക്ക് തുറന്നു. വാട്ട് ഹാപ്പൻ ഡിയർ? എന്താണ് പറ്റിയത്? വെർ ഈസ് യുവർ മദർ? ആർ യു എലോൺ? വെർ ഈസ് യുവർ മദർ? മനസ്സിലായോ? നിൻ്റെ അമ്മ എവിടെ? ആർ യു എലോൺ? നീ ഒറ്റക്കാണോ? കീ കീ ക്രൈഡ് ദ ലിറ്റിൽ ബേർഡ്. ലിറ്റിൽ ബേർഡിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. കീ കീ എന്ന് പറഞ്ഞു. അവൾ ക്രൈ ചെയ്തു, കരഞ്ഞു. ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ. ഡോണ്ട് ബി അഫ്രൈഡ് മൈ ഡിയർ. നീ പേടിക്കണ്ട, മിനു വിസ്പേർഡ്. അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് തുടച്ചൊക്കെ മിനു ഇങ്ങനെ കൂട്ടി നടക്കുകയാണ്. അടുത്ത ചിത്രം കണ്ടോ? എന്താ കാണുന്നേ? അവൾ അവളുടെ വീട്ടിലെത്തിയല്ലേ? അമ്മയുണ്ട് പുറത്ത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക നമുക്ക് നോക്കിയാലോ? Look, mother, a little bird, Minu said. A bird? Why did you bring it home? Asked her mother. Mother, it is too small.
Where did you get it from? Mother asked. I got it from the playground. See, it can fly. Mother, let me keep it here, please. Minu begged. Look, mother. അമ്മേ നോക്കിയേ. A little bird. ചെറിയ പക്ഷി. മീനു പറഞ്ഞു. A bird? പക്ഷിയോ? Why did you bring it home? നീ ഇതിനെ ഇങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നേ? ആസ്ക്ഡ് ഹെർ മദർ. അവളുടെ അമ്മ ചോദിച്ചു. മദർ, അമ്മേ, ഇറ്റ് ഈസ് ടൂ സ്മോൾ. ഇത് വളരെ ചെറുതാണമ്മേ. അപ്പോൾ അമ്മ ചോദിച്ചു, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? നിനക്കിത് എവിടുന്നാ കിട്ടിയത്? വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? നിനക്കിത് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ അവൾ പറഞ്ഞു, ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ പ്ലേ ഗ്രൗണ്ട്. എനിക്ക് ആ കളിസ്ഥലത്തു നിന്നാണ് ഇതിനെ കിട്ടിയത്. സി, അമ്മേ നോക്ക്, ഇറ്റ് കാൺ ഫ്ലൈ. ഇതിന് പറക്കാൻ പറ്റില്ല അമ്മേ. മദർ, അമ്മേ, ലെറ്റ് മീ കീപ്പ് ഇറ്റ് ഹിയർ. എന്നെ ഇവിടെ ഒന്ന് ഇതിനെ സൂക്ഷിക്കാൻ സമ്മതിക്കുമോ പ്ലീസ്? അമ്മ ആയിക്കോട്ടെ അല്ലേ, നമ്മൾ പറയില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഇവിടെ സൂക്ഷിക്കാൻ വിടുമോ? മിനു ബെഗ്ഡ്. മിനു യാചിച്ച് പറഞ്ഞു. ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ യാചിക്കുക. മിനു യാചിച്ചു. നമുക്ക് നോക്കാം അമ്മ അത് സമ്മതിച്ചോന്ന്. ഇനി എന്താണ് അവൾ ചെയ്യുന്നതെന്ന് നോക്കിയേ. ഒരു കൊട്ടക്കകത്ത് അവൾ അതിനെ വെച്ചേക്കുകയാണല്ലേ. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ് നോക്കാം. അമ്മ അപ്പോൾ അവളെ വീട്ടിൽ വെക്കാൻ സമ്മതിച്ചു അല്ലേ. നിങ്ങൾ ഈ ചിത്രം കാണുന്നില്ലേ? അവൾ അതിനെ വീട്ടിനകത്ത് കൊണ്ടുപോയി ഒരു കൊട്ടക്കകത്ത് വെച്ചു. ഇറ്റ് ഈസ് നട്ട്സ് മൈ ഡിയർ, മിനു സെഡ്. ദ ലിറ്റിൽ ബേർഡ് പെക്ക്ഡ് ദ നട്ട്സ് ഫ്രം മിനുസ് ഹാൻഡ്. ഓ, യു ടിക്കിൾ മീ, മിനു ഗിഗിൾഡ്. വാട്ട് വിൽ ഐ കോൾ യു? കിറ്റി. യെസ്, കിറ്റി. It is a nice name. Kiki. The little bird looked at Minu happily. My kitty will be all right soon. Minu took a deep breath. Eat the nuts, Minu, my dear. നട്ട്സൊക്കെ തിന്നു മൈ ഡിയർ. മൈ ഡിയർ അല്ലേ, എൻ്റെ ഇഷ്ടമുള്ളവളെ എന്നൊക്കെ നമ്മൾ വിളിക്കും. മിനു സെഡ്. മിനു പറഞ്ഞു. ദ ലിറ്റിൽ ബേർഡ് പെക്ക്ഡ് ദ നട്ട്സ് ഫ്രം മിനൂസ് ഹാൻഡ്. ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്തു? മിനുവിൻ്റെ കയ്യിൽ നിന്നും അത് പെറുക്കി എടുത്തു. പെക്കിഡ് എന്ന് പറഞ്ഞാൽ പെറുക്കുക. നട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. നമ്മളെ ചെറിയ നമ്മളെ കടല, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഇതൊക്കെ നമ്മൾ നട്ട്സാണെന്നാണ് പറയുക അല്ലേ. അങ്ങനെ നട്ട്സ്. ഓ, യു ടിക്കിൾ മീ. ഓ, നീ എന്നെ ഇക്കിളിയാക്കുന്നുണ്ട് അല്ലേ, കൈമേൽ ഇങ്ങനെ കൊത്തുമ്പോൾ അല്ലേ. മിനു ഗിഗിൾഡ്. അവളിങ്ങനെ പറഞ്ഞു അവനോട് ഇങ്ങനെ ഇക്കിളിയാവുന്നു. വാട്ട് വിൽ ഐ കോൾ യു? ഞാൻ നിന്നെ എന്താണ് വിളിക്കുക? കിറ്റി. അവളിട്ട പേരെന്താണ്? കിറ്റി. യെസ്, കിറ്റി. കിറ്റി എന്നാണ് നല്ലത്. ഇറ്റ്സ് നൈസ് നെയിം. ഇത് നല്ലൊരു പേരാണ്. കീക്കി. അവൾ അതിനും കീക്കി എന്നുള്ള ശബ്ദം ഉണ്ടാക്കിയല്ലേ. ദ ലിറ്റിൽ ബേർഡ് ലുക്ക്ഡ് അറ്റ് മിനു ഹാപ്പിലി. ലിറ്റിൽ ബേർഡ് നല്ല സന്തോഷത്തോടെ മിനുവിനെ നോക്കി. മൈ കിറ്റി വിൽ ബി ഓൾ റൈറ്റ് സൂൺ. എൻ്റെ കിറ്റി പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും. മിനു ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്. മിനു വലിയൊരു ശ്വാസം എടുത്തു. ലുക്ക് മദർ. അടുത്ത ചിത്രം കണ്ടോ നിങ്ങൾ? എന്താണ് അതിനകത്ത് കാണുന്നത് നമുക്ക് നോക്കാമല്ലേ. ഒരു കിറ്റി പറന്നു. നമ്മുടെ മിനുവിൻ്റെ കിറ്റി എന്ത് സുന്ദരിയാല്ലേ. ലുക്ക് മദർ, കിറ്റി ഈസ് ഫ്ലൈയിങ്. Beautiful wings. The tail is like a ribbon, Minu said happily. The bird sat on the top of the shelf. It flew up again and sat on Minu's shoulder. She patted the bird lovingly. Shall we go out? asked Minu. Minu, kitty can fly no. Let it go, mother said. Look mother, അമ്മേ നോക്കിയേ. കിറ്റി ഈസ് ഫ്ലൈയിങ്. കിറ്റി പറക്കാൻ തുടങ്ങി. ബ്യൂട്ടിഫുൾ വിങ്സ്. നല്ല ഭംഗിയുള്ള ചിറക്. ദ ടൈൽ ഈസ് ലൈക്ക് എ റിബൺ. അതിൻ്റെ ടൈലോ വാലോ ഒരു റിബണ് പോലെയുള്ളത്. മിനു സെഡ് ഹാപ്പിലി. മിനു സന്തോഷത്തോടെ പറഞ്ഞു. ദ ബേർഡ് സാറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഷെൽഫ്. ആ പക്ഷി ഷെൽഫിൻ്റെ മുകളിൽ, ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ പോയി സാറ്റ് ഇരുന്നു. എന്നിട്ടോ ഇറ്റ് ഫ്ലൂ അപ്പ് എഗെയിൻ. അത് വീണ്ടും പറന്നു. എന്നിട്ട് എവിടെ ഇരുന്നു? ആൻഡ് സാറ്റ് ഓൺ മിനൂസ് ഷോൾഡർ. മിനുവിൻ്റെ ഷോൾഡറിൽ വന്ന് ഇരുന്നു.
ഷീ പാറ്റഡ് ദ ബേർഡ് ലവിങ്ലി. അവൾ ആ പക്ഷിയെ നല്ല സ്നേഹത്തോടെ പരിചരിച്ചു. ഷാൽ വി ഗോ ഔട്ട്? നമുക്ക് പുറത്ത് പോയാലോ? ആസ്ക്ഡ് മിനു ചോദിച്ചു. മിനു, കിറ്റി ക്യാൻ ഫ്ലൈ നൗ, ലെറ്റ് ഇറ്റ് ഗോ. കിറ്റിക്കിപ്പോൾ പറക്കാൻ പറ്റും, ഇതിനെ പുറത്ത് കൊണ്ടുപോയിക്കോളൂ, മദർ പറഞ്ഞു. ചിത്രം കണ്ടോ നിങ്ങൾ? മിനു കിറ്റിയും കൂടി പുറത്തേക്ക് പോവുകയാണല്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. Kitty and Minu became close friends. One day they were playing under a tree. Kitty, you can now fly high. Don't you want to go to your mother? Minu asked. Fly, Kitty, fly. Minu held Kitty in her hand. She tossed her into the air. Kitty flew up and sat on the branches of a tree. Minu looked up at Kitty. Don't you want to go? Minu said. Kitty flew down and sat on her arm. Minu held Kitty close to her. Oh, sweetie, I know you don't want to leave me. Let's go to my friends, said Minu. അങ്ങനെ മിനു അതിനെ പറത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. കിറ്റി ആൻഡ് മിനു ബിക്കെയിം ക്ലോസ് ഫ്രണ്ട്സ്. കിറ്റിയും മിനുവും ക്ലോസ് ഫ്രണ്ട്സായി, നല്ല കൂട്ടുകാരായി. വൺ ഡേ, ഒരു ദിവസം, ദേ വെയർ പ്ലേയിങ് അണ്ടർ എ ട്രീ. ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന്, മരത്തിൻ്റെ അണ്ടർ അല്ലേ, നമ്മൾ നേരത്തെ ടോപ്പ് പറഞ്ഞു മുകളിൽ, അണ്ടർ പറഞ്ഞു താഴെ. എ ട്രീ, ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിറ്റി, യു ക്യാൻ നൗ ഫ്ലൈ ഹൈ. നിനക്കിപ്പോൾ നല്ല ഉയരത്തിൽ പറക്കാൻ പറ്റുന്നുണ്ട്. ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു യുവർ മദർ? നിനക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോവണ്ടേ? മിനു ആസ്കഡ്, മിനു ചോദിച്ചു. എന്നിട്ട് ഫ്ലൈ കിറ്റി ഫ്ലൈ. മിനു കിറ്റീനെ ഫ്ലൈ ചെയ്യാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനു ഹെൽഡ് കിറ്റി ഇൻ ഹെർ ഹാൻഡ്. അവളുടെ കൈമേൽ ഇങ്ങനെ മിനുവിനെ പിടിച്ചു. എന്നിട്ടോ ഷീ ടോസ്ഡ് ഹെർ ഇൻ ടു ദ എയർ. അവളതിനെ എയറിലേക്ക്, അതായത് ഇങ്ങനെ പറത്താൻ വേണ്ടി ഇങ്ങനെ അന്തരീക്ഷത്തിലോട്ടേക്ക് ഇട്ടു. കിറ്റി ഫ്ലൂ അപ്പ്. കിറ്റി പറന്നു, മുകളിലോട്ട് പറന്നു. എന്നിട്ടോ ആൻഡ് സാറ്റ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. ഒരു മരത്തിൻ്റെ ബ്രാഞ്ചിൽ ഇരുന്നു. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശിഖിരം. ആ ശിഖിരത്തിൻ്റെ മുകളിൽ പോയിരുന്നു. മിനു ലുക്ക്ഡ് അപ്പ് അറ്റ് കിറ്റി. മിനു കിറ്റിയെ മുകളിലോട്ടേക്ക് നോക്കി, ആ മരത്തിൻ്റെ ബ്രാഞ്ചിലേക്ക് നോക്കി. ഡോണ്ട് യു വാണ്ട് ടു ഗോ? മിനു ആസ്കഡ്. നിനക്ക് പോവണ്ടേ? ഡോണ്ട് യു വാണ്ട് ടു ഗോ? നിനക്ക് പോവണ്ടേ? മിനു ആസ്കഡ്, മിനു ചോദിച്ചു. കിറ്റു ഫ്ലൂ ഡൗൺ. കിറ്റി എന്ത് ചെയ്തു? താഴോട്ടേക്ക് പറന്നു. എന്നിട്ടോ ആൻഡ് സാറ്റ് ഓൺ ഹെർ ആം. അവളുടെ കയ്യിൽ വന്നിരുന്നു. മിനു, ആം എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയാണ്, കൈപ്പത്തിയിൽ വന്നിരുന്നു. മിനു ഹെൽഡ് കിറ്റി ക്ലോസ് ടു ഹെർ. മിനു എന്ത് ചെയ്തു? അവളുടെ കിറ്റിയെ അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു. ഹോ സ്വീറ്റി, അവളെ സ്നേഹത്തോടെ വിളിച്ചു. സ്വീറ്റി, ഐ നോ യു ഡോണ്ട് വാണ്ട് ടു ലീവ് മീ. നിനക്കെന്നെ വിട്ടു പോകാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലെറ്റ്സ് ഗോ ടു മൈ ഫ്രണ്ട്സ്. നമുക്കെന്നാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയാലോ? എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയാലോ? സെഡ് മിനു. മിനു പറഞ്ഞു. മിനുവിൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ആദ്യം കണ്ടായിരുന്നു അല്ലേ, പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. വീണ്ടും അവരതുപോലെ അവിടെ പട്ടം പറത്തിക്കൊണ്ട് നിൽക്കുകയാണ്. മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ, റിയ സെഡ്. No, my yellow one is higher, said Maya. But look, there is another one flying above all our kites, Riya said. Everyone looked up. Oh, it has a colorful tail. Whose kite is that? Dinu asked. It's not a kite, it's a bird, Maya said. It's mine. Who is that? The friends looked back. Minu, it is yours? They asked in wonder. Yes, it is my kitty. Minu's face shone with joy. കണ്ടോ? മൈ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഹൈ. നമ്മൾ റിയാസ് പറഞ്ഞു എന്ത്? എൻ്റെ കൈറ്റ്, എൻ്റെ പട്ടം നല്ല പൊക്കത്തിൽ പറക്കുന്നുണ്ട്, നല്ല പൊക്കത്തിൽ, നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ട്. അപ്പം മായ പറഞ്ഞു, നോ, മൈ യെല്ലോ വൺ ഈസ് ഹയർ. എൻ്റെ മഞ്ഞയാണ് ഏറ്റവും മുകളിലുള്ളത്.
പക്ഷേ ലുക്ക് there is another one is flying above all kites. പക്ഷെ നോക്കിയേ, എല്ലാ പട്ടത്തിനേക്കാട്ടിലും മുകളിലൂടെ ഒരു പട്ടം ഒന്ന് പറക്കുന്നുണ്ട്. റിയാസ് പറഞ്ഞു. എവരി വൺ ലുക്ക്ഡ് അപ്പ്. എല്ലാവരും മുകളിലേക്ക് നോക്കി. ഊഫ്, ഇറ്റ് ഹാസ് എ കളർഫുൾ ടെയിൽ. അതിന് നല്ല വാലുണ്ട്, നല്ല കളർഫുള്ളായ വാലുണ്ട്. ഹൂസ് കൈറ്റ് ഈസ് ദാറ്റ്? ഇത് ആരെ പട്ടമാണ്? ഡിനു ആസ്ക്ഡ്. ഇറ്റ്സ് നോട്ട് എ കൈറ്റ്, ഇറ്റ്സ് എ ബേർഡ്. അതൊരു പട്ടമല്ല, അതൊരു പക്ഷിയാണ്. മായ പറഞ്ഞു. ഇറ്റ് ഈസ് മൈൻ. ഇതെൻ്റെതാണ്. ആരോ വിളിച്ചു പറഞ്ഞു. ഹു ഇസ് ദാറ്റ്? അതാരാണ്? ദ ഫ്രണ്ട്സ് ലുക്ക്ഡ് ബാക്ക്. കൂട്ടുകാരെല്ലാവരും ബാക്കോട്ടേക്ക് നോക്കി. മിനു ആണോ? ഇറ്റ് ഈസ് യുവേഴ്സ്? ഇത് നിൻ്റെതാ? ദേ ആസ്ക്ഡ് ഇൻ വണ്ടർ. അവർ ഭയങ്കര അത്ഭുതത്തോടെ ചോദിച്ചു. യെസ്, അതെ, ഇറ്റ് ഈസ് മൈ കിറ്റി. ഇത് എൻ്റെ കിറ്റിയാണ്. മിനൂസ് ഫേസ് ഷോൺ വിത്ത് ജോയ്. മിനുവിൻ്റെ മുഖം സന്തോഷം കൊണ്ടിങ്ങനെ ജ്വലിച്ചു. ഭയങ്കര സന്തോഷമായി അല്ലേ? ഇപ്പം മിനുവിനുമായി ഒരു പട്ടം അല്ലേ? പട്ടമാണോ? അല്ല, നല്ല ജീവനുള്ള പക്ഷി. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്കെല്ലാം നേടാൻ പറ്റുമെന്ന് ഈ പാഠത്ത് നിന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഈ പാഠം എല്ലാവരും കുറേ പ്രാവശ്യം വായിക്കണം, ഇതിൻ്റെ അർത്ഥം കേൾക്കണം. ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ വരും. അതുവരേക്കും ബൈ ബൈ.